ഈ മഴക്കാലത്ത് നിയമസഭാ സമ്മേളനം തുടരുകയാണ്. ഇന്നും നിയമസഭാ സമ്മേളനമുണ്ട്. ധനാഭ്യർത്ഥന ചർച്ച തുടരും. വിശദാംശങ്ങളുമായി ആദ്യം നൃപൻ ചേരുന്നുണ്ട്. നൃപൻ, ഗുഡ് മോർണിംഗ്. നിയമസഭയിലെ ഇന്നത്തെ ധനാഭ്യർത്ഥന ചർച്ച, അതുപോലെ ഉയർന്നുവരാവുന്ന രാഷ്ട്രീയ വിഷയങ്ങൾ, സാഹചര്യങ്ങൾ, ഇതെല്ലാം എങ്ങനെയൊക്കെയാണ്? ശരത്ത്, സ്വാഭാവികമായും ഇന്ന് സഭയിൽ ധനാഭ്യർത്ഥന ചർച്ചയാണ്. കാരണം 13 ദിവസം പൂർണ്ണമായി മാറ്റിവെച്ചിട്ടുള്ളത് വിവിധ വകുപ്പുകളെ സംബന്ധിച്ചുള്ള വകുപ്പുകളായിട്ടുള്ള വ്യവസായം, സാമൂഹ്യക്ഷേമം എന്നീ വകുപ്പുകളെ സംബന്ധിച്ചുള്ള ധനാഭ്യർത്ഥന ചർച്ചയാണ്. വകുപ്പ്, ഒപ്പം തന്നെ പൊതുമരാമത്ത് വകുപ്പും ഭക്ഷ്യവകുപ്പ് എന്നീ 3 വകുപ്പിൻ്റെ ധനാഭ്യർത്ഥന ചർച്ചയാണ് നടന്നത്. ഈ നിയമസഭാ സമ്മേളനം ഏറ്റവും കൂടുതൽ ശ്രദ്ധാകേന്ദ്രമാകുന്നത് പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള വിജയപരാജയങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ച സ്വാഭാവികമായി നിയമസഭയിൽ ഉണ്ടായി. അതിന്റെ അലയൊലികൾ ഓരോ മന്ത്രിമാരുടെ മറുപടിയിലും, പ്രത്യേകിച്ച് ധനാഭ്യർത്ഥന ചർച്ചയിൽ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ ഉന്നയിക്കുമ്പോഴൊക്കെ തന്നെ തിരഞ്ഞെടുപ്പ് പ്രധാനപ്പെട്ട വിഷയമായിരുന്നു. ഇന്നും ആ ധനാഭ്യർത്ഥന ചർച്ചയിൽ സ്വാഭാവികമായി അത് ഉയർന്നു വരും. ഒപ്പം തന്നെ അടിയന്തര പ്രമേയം, കഴിഞ്ഞ ദിവസം അടിയന്തര പ്രമേയം ഉണ്ടായിരുന്നതാണ്. ഇന്നും സഭ പ്രക്ഷുബ്ധമാവുന്നതാണ് വിവരം. ഔദ്യോഗികമായി ഈ പറഞ്ഞ കുറിപ്പ് ലഭിച്ചിട്ടില്ല എങ്കിലും നമുക്ക് ലഭിക്കുന്ന സൂചന അനുസരിച്ച് ഇന്ന് ക്ഷേമ പെൻഷനുകൾ സംബന്ധിച്ച് വിവിധ ക്ഷേമ പെൻഷനുകൾ മുടക്കം വരുന്നു, അവ കാലതാമസം വരുന്നു എന്ന തരത്തിൽ ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് UDF, പ്രത്യേകിച്ച് കോൺഗ്രസ്, ഇന്ന് അടിയന്തര പ്രമേയത്തിന് ഇന്നും നോട്ടീസ് നൽകും എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അത് കോൺഗ്രസ് MLA ആയിട്ടുള്ള PC വിഷ്ണുനാഥാവായിരിക്കും ഇന്ന് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകുക. അത് സംബന്ധിച്ചുള്ള ചർച്ച സ്വാഭാവികമായും വാദപ്രതിവാദങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ 2 നേതൃയോഗങ്ങൾ തലസ്ഥാനത്ത് തന്നെ തുടരുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടും കഴിഞ്ഞ ദിവസങ്ങളിൽ CPM പ്രധാനപ്പെട്ട അംഗങ്ങൾ CPM-മായി ബന്ധപ്പെട്ട സംസ്ഥാന കമ്മിറ്റി നടക്കുന്നതുകൊണ്ട് പ്രമുഖ നേതാക്കളൊന്നും സഭയിൽ ഇല്ലായിരുന്നു. ഇന്നും പ്രധാനപ്പെട്ട 2 യോഗങ്ങൾ തലസ്ഥാനം നടക്കുന്നുണ്ട്. ഇന്നും സഭ പ്രക്ഷുബ്ധമാകും എന്ന കാര്യം ഏതാണ്ട് ഉറപ്പാണ്. കാരണം കേന്ദ്ര സർക്കാരിൻ്റെ അവഗണനയ്ക്കെതിരെ സർക്കാർ കടുത്ത നിലപാട് സ്വീകരിക്കുമ്പോഴും പ്രതിപക്ഷം ഇക്കാര്യത്തിൽ നല്ല സമീപനമല്ല സ്വീകരിക്കുന്നത്. അതിനൊപ്പം കേന്ദ്ര സർക്കാരിനൊപ്പം നിന്നുകൊണ്ട് സംസ്ഥാനത്തെ വിമർശിക്കാനാണ് കേരളത്തിലെ പ്രതിപക്ഷം ശ്രമിക്കുന്നത്. ഇത് രാഷ്ട്രീയ നേരിടുക തന്നെ ചെയ്യും. പ്രതിസന്ധി ഉണ്ട് എന്ന കാര്യം മുഖ്യമന്ത്രി തന്നെ, ധനകാര്യമന്ത്രി തന്നെ നേരത്തെ പലവട്ടം പറഞ്ഞതാണ്. കേന്ദ്രത്തിൽ നിന്ന് കടമെടുപ്പിനുള്ള പരിധിയിൽ പോലും നിയന്ത്രണം ഏർപ്പെടുത്തുന്നു. സുപ്രീം കോടതിയെ സമീപിച്ച് ഇടയ്ക്ക് കേരളത്തിന് അർഹമായ തുക ലഭിക്കാൻ ഒരു വിഹിതം ലഭിച്ചപ്പോൾ മാത്രമാണ് ആ ഘട്ടത്തിൽ തന്നെ 2 ഗഡു പെൻഷൻ സംസ്ഥാനം നൽകിയത്. അതുകൊണ്ട് പ്രതിസന്ധിക്കിടയിലെ ക്ഷേമ പെൻഷൻ മുടക്കരുത് എന്ന് തന്നെയാണ് സർക്കാർ നിലപാട്. എത്രയും വേഗം കുടിശ്ശിക പൂർണ്ണമായി കൊടുത്തു തീർക്കും എന്ന് മുഖ്യമന്ത്രി പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിച്ചിട്ടുള്ള പ്രകാശന ചടങ്ങിൽ തന്നെ പ്രഖ്യാപിച്ചത്. അതുകൊണ്ട് വാദപ്രതിവാദങ്ങളും അടിയന്തരപ്രവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇന്ന് നിയമസഭയിൽ സജീവമായി പ്രക്ഷുബ്ധമായ അന്തരീക്ഷത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ശരത്. ശരി.